ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ അൽഗോരിതമാണ് പറഞ്ഞത്. അതായത് ഹംഗേറിയൻ മെത്തഡിൻ്റെ അൽഗോരിതം. നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെ ഒരു അൽഗോരിത സ്റ്റെപ്പിലൂടെ നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Solve the following assignment problem. Cell values represent cost of assigning job A, B, C and D to the machines 1, 2, 3 and 4. അപ്പോൾ അസൈൻ ചെയ്യുന്നത് ജോബ് എ ബി സി ഡി ഇതാണ് 4 ജോബ്സ്. മെഷീൻസ് 1, 2, 3, 4. അപ്പോൾ ഒരു മെഷീൻ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ജോബിന് ഒരു മെഷീൻ എന്നുള്ള കണക്കിലേക്ക് ആവണം. അതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ടേബിൾ വഴി റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഇതാണ് പ്രോബ്ലം. നോക്കൂ, ഈ സൈഡിൽ ജോബ്സ് തന്നിട്ടുണ്ട്, ഈ സൈഡിൽ മെഷീൻസും തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലത്തിൽ നല്ല നോക്കുക. ഇതിനുള്ള ഈ വാല്യൂസ് റോ ആയിട്ട് എഴുതിയത് ഇങ്ങനെയാണ്. റോ കണക്കാക്കുക, ഇങ്ങനെയാണ് കോളംസ്. നമ്മൾ പറഞ്ഞ അൽഗോരിത പ്രകാരം ആദ്യം ഓരോ റോയിലെയും ഏറ്റവും ചെറിയ എലമെൻ്റ് എടുത്തിട്ട് അതിലെ ബാക്കി എലമെൻ്റ് കൊണ്ട് മൈനസ് ചെയ്യുക എന്നാണ്. നോക്കൂ, ഇങ്ങനെ നോക്കുക. ഈ ഒരു റോ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റിനും 10 മൈനസ് ചെയ്യുക. 10 10 മൈനസ് ചെയ്താൽ 0, 12 10 മൈനസ് ചെയ്താൽ 2, 19 10 മൈനസ് ചെയ്താൽ 9, 11 10 മൈനസ് ചെയ്താൽ 1. അങ്ങനെ എല്ലാ എലമെൻറ്റിനും 10 മൈനസ് ചെയ്യാം. അതുപോലെ എല്ലാ റോയും അതുപോലെ ചെയ്യാം. എല്ലാ റോയിൽ നിന്നും ഏറ്റവും ചെറിയ എലമെൻറ്റിനെ മൈനസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ കിട്ടും. ഫസ്റ്റത്തെ റോ ഇങ്ങനെ ചേഞ്ച് ആവും, സെക്കൻഡ് റോ ഇങ്ങനെ ചേഞ്ച് ആവും, തേർഡ് റോ ഇതുപോലെ ചേഞ്ച് ആവും, ഫോർത്ത് റോ ചേഞ്ച് ആവും. ഓരോ റോയിലും 0 വന്നിട്ടുണ്ടാവും. ഇനി ഇതേ പ്രോസസ്സ് കോളത്തിൽ ചെയ്യണം. കാരണം ഇതുപോലെ കോളം 0 ഇല്ലാത്ത കോളങ്ങൾ ഉണ്ടാവും. അതിന് 0 ആക്കലാണ് നമ്മുടെ. നോക്കൂ, ഇതിൽ 0 ഉണ്ട്, പക്ഷെ ഇതിലില്ല, ഇതിലും ഇല്ല. ഇതിൽ 0 ഉണ്ട്, അപ്പോൾ ഇല്ലാത്തതിന് 0 ആക്കണം. അപ്പോൾ ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇതുപോലെ വരും. കാരണം ഈ ഒരു ഇതിനൊന്ന് ഫസ്റ്റത്തെ റോയ്ക്ക് സമയം, കാരണം അവിടെ 0 ഏറ്റവും ചെറിയ എലമെൻറ്റ്. അപ്പോൾ 0 തന്നെ മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വരിക. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിലാണ് ചേഞ്ച് വരിക. ഇവിടെ ഏറ്റവും ചെറിയ എലമെൻറ്റ് 2 ആണ്, ഇവിടെ ഏറ്റവും ചെറിയ 2 ആണ്. അപ്പോൾ എല്ലാവരും 2 2 2 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ടേബിൾ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ എല്ലാ റോയിലും എല്ലാ കോളത്തിനും ഒരു 0 മിനിമം ഉണ്ടായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അടുത്തതായി നമ്മൾ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ 0 വരുന്ന ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക. ഓരോ റോയും കൺസിഡർ ചെയ്താൽ അതിൽ ഫസ്റ്റത്തെ റോ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് റോയിലാണോ ഏറ്റവും കുറവ് 0 വന്നിട്ടുള്ളത്, അതായത് ഒന്നാണ് നമ്മുടെ ഉദ്ദേശം. ആ ഒരു 0 ഉള്ള ആ ഒരു 0യെ റൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതിന് നേരെ വരുന്ന കോളത്തിൽ വരുന്ന എല്ലാ 0യും ക്രോസ് ചെയ്ത് കളയുക. ആ റോയിലൊറ്റ 0 ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ റോയിൽ കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ റോയിൽ ആ ഒരു 0 റൗണ്ട് ചെയ്തിട്ട് അതിന് നേരെ കോളത്തിൽ വരുന്ന വേറെ 0കൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അതേ പ്രോസസ്സ് വീണ്ടും റോയിൽ ബാക്കിയുള്ള റോയിലൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നോക്കൂ, ഈ റോ കൺസിഡർ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ നോക്കൂ, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. ഈ റോയിൽ മാത്രം ഒറ്റ 0 ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 0യാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ 0 കൺസിഡർ ചെയ്യുക. അതിന് നേരെ വരുന്ന ബാക്കി 0s കോളത്തിലെ 0സിനെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതേ പ്രോസസ്സ് റോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് കോളത്തിൽ ചെയ്യണം. കോളം നോക്കൂ, ഫസ്റ്റ് വരുന്നത് ഈ കോളാണ്. ഈ കോളത്തിൽ 0 ഇല്ലല്ലോ. ഈ കോളത്തിൽ ഒറ്റ 0 ഉള്ള ആ 0 എന്ന് പറയുന്നത് ഈ ഒരു 0 ആണ്. അത് നേരെ കട്ട് ചെയ്ത് കളയാൻ വേറെ 0s ഒന്നും ഇല്ല. സോ അത് അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ അടുത്ത കോളം നോക്കുക. അടുത്ത കോളം 2 0 ഉണ്ട്. നെക്സ്റ്റ് അടുത്ത കോളം നോക്കുക, അതിൽ ഒറ്റ 0 ഉള്ളൂ. സോ അതിനെ കൺസിഡർ ചെയ്തു.
ആ കോളത്തിൽ 0 കൺസിഡർ ചെയ്തപ്പോൾ നേരെ റോയിൽ വേറെ 0 വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തോളി. ഇങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത നോക്കൂ, എല്ലാ റോയിലും എല്ലാ കോളത്തിലും ആയോ നോക്കുക. ഇല്ല, എന്ത് ചെയ്യണം, ഇനി ഈ റോ കഴിഞ്ഞ് അടുത്ത് വീണ്ടും റോയിലോട്ട് റിപ്പീറ്റ് ചെയ്യുക. ഈ റോ അസൈൻമെൻറ്റിൻ്റെ ഇതിലൊറ്റൊന്ന് വരുന്നുണ്ട്. അത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നോക്കൂ, ഓരോ ജോബിനും കറസ്പോണ്ടൻ്റ് ആയിട്ട് ഓരോ മെഷീൻസാണുള്ളത്. എയിലാണെങ്കിൽ 2, ബിയിൽ 3, സിയിൽ 4, ഡിയിൽ 1. അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടൻ്റ് ആയിട്ട് മെഷീൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ജോബ്, മെഷീൻ, കോസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ജോബ് ഏതൊക്കെയാണ് ABCD വരുന്നുണ്ട്, മെഷീൻസ് 1 2 3 4 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ജോബ്സ് ABCD എന്ന് എഴുതി വയ്ക്കുക. ഇനി നോക്കുക, ഇപ്പുറത്ത് നോക്കുക, എക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഏത് മെഷീനാണ് വരുന്നത്, 2 ആണ്. അപ്പോൾ എക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് 2 എന്ന് എഴുതുക. ബി നോക്കൂ, ബിക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്നത് 3 ആണ്. സോ ബിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് 3 എന്ന് എഴുതുക. സി ഓരോന്നും ഇതുപോലെ എഴുതുക. സിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്നത് 4 ആണ്. അപ്പോൾ ഡിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്നത് 1 ആണ്. അത് രണ്ടും അതിൽ മാർക്ക് ചെയ്യും. അത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ കോസ്റ്റാണ്. ഇനി കോസ്റ്റ് എങ്ങനെ കാണൽ നോക്കാം. കോസ്റ്റ് കാണൽ നമുക്കറിയാം, എക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള മെഷീൻ 2 ആണ് നമുക്കറിയാം. ഇനി ഈ 2 ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇപ്പോൾ നമ്മൾ 0ക്ക് അസൈൻ ചെയ്തതാണ്. ഈ 0ക്ക് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള വാല്യൂ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കറസ്പോണ്ടൻ്റ് വാല്യൂ പറഞ്ഞാൽ 12 ആണ്. ആ 12 ആണ് നമ്മൾ എടുക്കേണ്ടത്. 12 എന്ന് എഴുതി. അതുപോലെ ബിക്ക് കറസ്പോണ്ട് 3 മെഷീൻ 3യിൽ വരികയാണ് ബിക്ക് കറസ്പോണ്ടൻസ് ആയിട്ട്. അത് നോക്കുക. ഇതുപോലെ തന്നെ ബിക്ക് കറസ്പോണ്ടൻറ്റ് 3യിൽ വരുന്ന വാല്യൂ 7 ആണ്. സോ 7 കൺസിഡർ ചെയ്യാം. അതുപോലെ ഓരോന്നിനും സിയും ഡിയും അതുപോലെ എഴുതുക. മൊത്തം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന വാല്യൂ ആണ് ഒപ്റ്റിമൽ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് ഒപ്റ്റിമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 38 ആണ്. ഇങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ കോസ്റ്റ് കാണും. വളരെ സിമ്പിളാണ്. അങ്കര മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഈസിയാണ്. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.